കേളകം അടക്കാത്തോട് റോഡിൽ പെരുന്താനം കുരിശടിക്ക് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 19-കാരനായ യുവാവിന് ദാരുണാന്ത്യം. പെരുന്താനം പൂവത്തിങ്കൽ റെജിയുടെയും ജിഷയുടെയും മകനായ എഡ്വിനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7:10 അപകടം. അടക്കാത്തോട്ടിൽ നിന്നും തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന മലബാർ ബസ്സും രാവിലെ കേളകം സാൻ ജോസ് പള്ളിയിൽ പോയി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന എഡ്വിൻ സഞ്ചരിച്ച ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. പെരുന്താനം കുരിശടിക്ക് സമീപത്തെ വളവിലെത്തിയപ്പോൾ ശക്തമായ മഴയെ തുടർന്ന് ബൈക്ക് തെന്നി നിയന്ത്രണം നഷ്ടപ്പെടുകയും ബസ്സിനടിയിലേക്ക് അകപ്പെടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇന്ന് സംഭവിച്ചത് ബസ് ഇങ്ങനെ കിടന്ന് മുന്നോട്ട് പോകുന്നു, അവിടുന്ന് കിടന്ന കൊച്ചു കിടന്ന് ബൈക്കിന് ഇങ്ങോട്ട് വരുന്നു. ശരിയായ രീതിയിൽ കിടന്ന് ഈ ബസ് ചവിട്ടി നിർത്തുന്ന ഒച്ച കേട്ടിട്ടാണ് ഞാൻ കിടന്ന് ഇറങ്ങുന്നത്. ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് ഈ വണ്ടിയുടെ 2 ടയറിൻ്റെ നടുക്കായിട്ടാണ് കിടക്കുന്നത്. ഉടൻ തന്നെ കിടന്നുപോലെ ഇവിടുന്ന് ഒരു അപ്പോഴത്തേക്കും വണ്ടിക്കകത്തുള്ള ആൾക്കാരെല്ലാം ഇറങ്ങി മൊത്തം എല്ലാവരും കിടന്ന് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഉടൻ തന്നെ ഒരു ഓട്ടോറിക്ഷ വന്നു, അതിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഈ ബൈക്ക് തെന്നി വരുമായിരുന്നു ചെയ്തത്. അങ്ങനെ ബൈക്ക് അവിടെ നിന്ന് കിടന്നുകൾ മറ്റൊരു ബൈക്കിന്റെ കിടന്നുകൾ മറികടക്കുമ്പോൾ കിടന്ന് അവിടെ നിന്ന് വരുമ്പോൾ കിടന്നുകൾ ബൈക്ക് തെന്നിയിട്ട് നടന്നു. മഴയുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അപകടമുള്ള ഒരു വളവാണ്. കിടന്നുകൾ ഏത് സമയത്ത് ഇപ്പോൾ 2 പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വളവ് അതേ രീതിയിൽ കാരണം 3-4 പ്രാവശ്യം ഈ പോസ്റ്റ് ഓടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് കാറുകൾ അടയ്ക്കാത്തോട്ടിലേക്ക് പോകുന്ന കാറുകളെല്ലാം വന്നിട്ട് അതുപോലെ ഇവിടുന്ന് ഏത് സമയത്ത് എപ്പോഴും നിങ്ങളൊരു അപകടം ഉണ്ടാകുന്ന വളവാണിത്. സ്ഥിരം അപകട മേഖലയാണ്. ഈ വളവ് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ വളവിൽ എന്തെങ്കിലും കന്നുകൾ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കേസായിട്ടാണ്. കാരണം ഈ വളവിൽ കന്നുകൾ സർക്കാർ അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ആൾ ആരാണെന്ന് വെച്ചാൽ കന്നുകൾ. അപകടത്തിൽ തലക്കും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റ എഡ്വിനെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ആദ്യം ചുങ്കക്കുന്ന് കമ്മ്യൂണിസ്റ്റ് ആശുപത്രിയിലും തുടർന്ന് ഇരിട്ടി അമല ആശുപത്രിയിലും എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സക്കായി കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകട സമയത്ത് ശക്തമായ മഴയുണ്ടായിരുന്നുവെന്നും ബൈക്ക് തെന്നി നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ്സിന്റെ ടയറിലേക്ക് ഇടിക്കുകയായിരുന്നുവെന്നും ബസ് ഡ്രൈവർ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ രാവിലെ അടക്കാത്തോടിയിൽ നിന്ന് തലശ്ശേരിക്ക് പോകുന്ന ട്രിപ്പായിരുന്നു. രാവിലെ അടക്കാത്തോടിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ വണ്ടി സീറ്റിംഗ് ആളുണ്ട്, ഇങ്ങനെ വന്നു. അപ്പോൾ എൻ്റെ മുന്നിലൊരു ബൈക്കാരനുണ്ട്. ആ വളവിൽ നിന്ന് ബൈക്കാരനങ്ങ് പാസ്സായി. അപ്പോൾ പയ്യൻ വന്നു, ബ്രേക്ക് ഔട്ടി. പെട്ടെന്ന് അവനെന്തോ സ്കിഡായി പോയിട്ട് നേരെ അവൻ തെന്നി റോഡിൽ വീണ് നേരെ വന്ന് വണ്ടിയുടെ അടിയിലേക്ക് ഇത് വരുമായിരുന്നു. എന്റെ മുന്നിൽ ബൈക്ക് പോയായിരുന്നു. ആ വളവിന് കറക്റ്റ് അവർ 2 പാസ്സായി പോയി. അപ്പൊ ആ ബൈക്കാരനെ കണ്ടിട്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയെന്ന് ചെയ്തപ്പോഴത്തേന്റെ കയ്യിൽ നിന്ന് വിട്ട് തെന്നി ഇങ്ങനെ മറിഞ്ഞു. റോഡിലേക്ക് വീണ് നേരെ നിരങ്ങി വന്ന് വീഴുമായിരുന്നു. നല്ല മഴയായിരുന്നു. നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന മേഖലയാണ് പെരുന്താനം കുരിശടിയെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. അശാസ്ത്രീയമായ വളവും റോഡിന്റെ വീതി കുറവുമാണ് ഇവിടെ അപകടങ്ങൾ പതിവാകാൻ പ്രധാന കാരണമെന്നാണ് അവരുടെ ആരോപണം. ഈ ഭാഗത്ത് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിദേശത്തേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എഡ്വിന്റെ അപ്രത്യക്ഷിത വേർപാട്. യുവാവിന്റെ വിയോഗം കുടുംബത്തെയും നാടിനെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി. റിയ ഏക സഹോദരിയാണ്. ഹൈവിഷൻ ന്യൂസ്, കേളകം.